ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വിചാരിച്ച് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു കുറച്ച് പന്നി ഇറച്ചി വാങ്ങിച്ച് നമുക്ക് കറി വെച്ച് കഴിക്കണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഞാൻ വെറുതെ ഇരിക്കുക, ജോലിക്കൊന്നും പോകുന്നില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് വിചാരിച്ച് പന്നി ഇറച്ചി വാങ്ങിച്ച് കഴിക്കാമെന്ന്. അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പന്നിയിറച്ചി വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പന്നിയിറച്ചി മാത്രമല്ല, നമ്മൾ അടുക്കളയിൽ ട്യൂബൊക്കെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് എന്തായാലും വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു 3 ആഴ്ച ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് വരാൻ നേരം നമ്മളെ ക്യാമറ ഒന്ന് ചെറുതായിട്ടൊന്ന് സർവീസിന് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് 2 ആഴ്ചയായി അത് കിട്ടാനായിട്ട് സമയമെടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ലാഗായത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് തട്ടി ഒന്ന് അനക്കിയേരെ. അപ്പോൾ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്, അമ്മയും റെഡി ആയിട്ടുണ്ട്, വണ്ടിയും റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു. രാവിലെ തൊട്ട് പോയി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ മഴയൊക്കെ കാരണം ഇപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. ഞാൻ എന്തോ ചെയ്താലും സമയം തെറ്റി ചെയ്യാറുള്ളൂ ഗൈസ്. ആലോചിക്കുന്ന സമയത്തല്ല ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം ഗൈസ്. നിങ്ങൾ കീപ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോ. അപ്പോൾ എന്തായാലും കടയിലൊക്കെ പോയിട്ട് പന്നിയിറച്ചിയും വാങ്ങിച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അത് നമുക്ക് ആ കറി ചെയ്യാനുള്ള കൂട്ടും പച്ചക്കറികളെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സമയമാകാതെ പോവാം. തെറ്റാ. അപ്പോൾ ഗൈസാണ് നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പന്നി കറി വെക്കാനുള്ള അതിനാവശ്യമുള്ള പച്ചക്കറി അതിനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടൊന്ന് അമ്മയുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിലെ ട്യൂബും കാര്യങ്ങളൊക്കെ മാറ്റി വെട്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്മയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാമറ എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അമ്മയാണ് ചെയ്യുന്നതെല്ലാം. അപ്പം പന്നിയിറച്ചി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും, അതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അമ്മ അതിനുള്ള പരിപാടികളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിനായിട്ടുള്ള കൂട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റ് ചെയ്ത്, പച്ചമുളക്, സവാളയൊക്കെ, കൊച്ചുള്ളി ചതച്ചത്, പിന്നെ എന്തുവാ സവാള ചെറുതായിട്ട്. അതാണ് നമ്മൾ ഇതാണ് പന്നിയിറച്ചി. നമ്മളൊരു 1 കിലോ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1/2 കിലോ എടുക്കുന്നോള്. നമ്മൾ 2 പേരെ ഉള്ളതുകൊണ്ട് ഇത്ര എടുക്കുന്നോള്. അപ്പം എന്തായാലും ഗൈസ് എന്തായാലും ഞാൻ ഇവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഇന്നത്തെ വീഡിയോ അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവര് എന്താ പറഞ്ഞാലും നിങ്ങൾ കാണുക. അപ്പം ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മമ്മി ആണ്ട് പന്നിക്കകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ മമ്മി ചെയ്യുന്ന ഇതിനകത്ത് നമ്മള് മഞ്ഞപ്പൊടിയും പാലും കൂടി ഇട്ട് കഴുകണം. കഴുകി നല്ലതുപോലെ ചിന്നേരം കഴുകി വെള്ളത്തിനകത്ത് ഇട്ട് ഇതിനകത്ത് ഇട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കുക്കറിനകത്തിട്ട് വേവിക്കണം. വേവിച്ചിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ കഴിച്ചാണ് നമ്മൾ പാചകം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പാലിനകത്ത് കഴുകി വെച്ച പന്നി എടുത്ത് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകണം കേട്ടോ. ഒരു 4-5 വിസിൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നാൽ പന്നിയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ.
നേരത്തെ വാങ്ങിച്ചു കൊടുത്ത പന്നി ഇതാണ്ട് അമ്മ അടിപൊളിയായിട്ട് പന്നി റോസ്റ്റ് പോലെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. വലുതായിട്ട് ഗ്രേവി ഒന്നുമില്ല, തിക്കായിട്ട് ഒരു റോസ്റ്റ് രീതിയിലാണ് അമ്മ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആ സമയത്ത് വേറെ പരിപാടികളിലായിരുന്നു. അപ്പോൾ എന്തായാലും മമ്മി വേണ്ട പന്നീർ റോസ്റ്റ്, പോർക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. 2-3 ചപ്പാത്തിയും ചുട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. അതുകൊണ്ട് ചപ്പാത്തിയും എല്ലാം അമ്മ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ പീസ് എടുത്ത് അടിപൊളി ഗൈസ്. ഇതിൻ്റെ എരിവ് കൂടുതലാണ് കേട്ടോ, കുഴപ്പമില്ല. എരിവുണ്ടെന്നാണ് ചപ്പാത്തിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറേ നാളുകൊണ്ട് പന്നിയിറച്ചി കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. സംഭവം അച്ഛൻ ലീവിനെടുത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ പന്നിയിറച്ചി. അപ്പോൾ ഇന്നെന്തായാലും ഇത് ഉണ്ടാക്കി തന്നതിൽ വളരെ സന്തോഷം. അപ്പം ഇതെല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ ഗൈസ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെയൊക്കെ പന്നിയിറച്ചി കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഇഷ്ടത്തിനോ ഇതിപ്പോൾ ഏത് രീതിയിലാണ് അമ്മ ചെയ്തേക്കെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പന്നിയിറച്ചിയൊക്കെ കഴിക്കുക. ഏറ്റവും അടിപൊളി ഇറച്ചിയാണ് പന്നിയിറച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സമയം കളയാതെ തന്നെ നിങ്ങൾ അടുത്തുള്ള കടകളിൽ പോയി പന്നിയിറച്ചിയും വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കുക ഗൈസ്. അതെനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഞാൻ ഒന്ന് തിന്നെടുക്കട്ടെ ഗൈസ്, വിശക്കുന്നു.